ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസിൽ ഗൺമാൻമാർക്ക് ജാമ്യം ലഭിച്ചതിൽ വലിയ രാഷ്ട്രീയ വാഗ്വാദങ്ങളാണ് നടക്കുന്നത്. പുതിയ സർക്കാർ നിയമിച്ച SITയുടെ റിപ്പോർട്ടും ദൃശ്യങ്ങളും പരിഗണിച്ചതിനു ശേഷവും ജാമ്യം ലഭിച്ചതോടെ രാഷ്ട്രീയ വേട്ടയാടലിനുള്ള ശ്രമമാണ് ഇടത് ക്യാമ്പ് പ്രചരിപ്പിക്കുന്നത്. അതേസമയം ജഡ്ജിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം ഉൾപ്പെടെ ഉയർത്തിയാണ് UDF ഈ വിഷയത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. രാഷ്ട്രീയ ചർച്ചകൾ ശക്തമാക്കുന്നതിനിടെ കോടതിയുടെ ചോദ്യങ്ങളും നിരീക്ഷണങ്ങളും ശക്തമാണെന്ന് നിയമവിദഗ്ധരും അഭിപ്രായപ്പെടുന്നുണ്ട്. നമുക്ക് പരിശോധിക്കാം ന്യൂസ് ആംഗിളിൽ SITക്ക് പാളിയത് എവിടെയെന്ന്. അമൽ സുരേന്ദ്രൻ നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട് വാർത്തകളുടെ വിശകലനങ്ങളുമായി. അമൽ, ഗുഡ് മോർണിംഗ്. ഇത് SIT നരഹത്യ കുറ്റം ചുമത്തി എടുത്ത കേസാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഉണ്ടായ സംഭവം, അന്ന് തെളിവില്ലെന്ന് പറഞ്ഞ് പോലീസ് മടക്കിയ സംഭവം. ഇത്തവണ പുതിയൊരു സർക്കാർ അധികാരമേറ്റു, ഫയൽ റീഓപ്പൺ ചെയ്തു. ഒരു SIT സംഘത്തെ, ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഇതിനു വേണ്ടി തന്നെ നിയോഗിച്ചു. അവർ അതിവേഗം അത് പരിശോധിച്ച് റിപ്പോർട്ട് സർക്കാരിന് കൈമാറി കാര്യങ്ങൾ കോടതിയിലേക്ക് എത്തി. പക്ഷേ കോടതി തുടക്കം മുതൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിന് അതല്ലെങ്കിൽ SITക്ക് അനുകൂലമായ നിലപാടായിരുന്നില്ല. ആദ്യ പരിഗണനയിൽ തന്നെ SITയോട് ചോദ്യങ്ങൾ ചോദിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസവും സെഷൻസ് ഈ കേസ് മുൻകൂർ ജാമ്യം പ്രതികൾക്ക് അനുവദിച്ചത് പോലും SITക്കെതിരെ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്. ഇപ്പം ഇതിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മർദ്ദനമേറ്റ AD തോമസ്, തലമണ്ട പൊട്ടിപ്പൊളിഞ്ഞ തലയിൽ 6 സ്റ്റിച്ചുള്ള AD തോമസ് ഇന്നലെ മാധ്യമങ്ങളോട് ജഡ്ജിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം അടക്കം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ആഭ്യന്തരമന്ത്രിയും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഈ കേസിൽ SITക്ക് എവിടെയെങ്കിലും പാളിയിട്ടുണ്ടോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ പ്രതികളെ രക്ഷിക്കാൻ ഒരു ശ്രമം ഏതെങ്കിലും കോണിൽ നിന്ന് നടക്കുന്നുണ്ടോ? അമൽ, നമുക്ക് ഈ കേസ് പരിശോധിക്കുമ്പോൾ, ഇതിന്റെ പോക്ക് കാണുമ്പോൾ എന്താണ് മനസ്സിലാകുന്നത്? സേതു, ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദം കേരള രാഷ്ട്രീയത്തിൽ ഉരുണ്ടുകൂടാൻ തുടങ്ങിയിട്ട് കുറച്ചധികം നാളുകളായി. പ്രത്യേകിച്ചും CPM പ്രതിരോധം തീർക്കുന്നത് രാഷ്ട്രീയമായ വേട്ടയാടലാണ് ഈ ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. ഏതായാലും ഈ 5 ഉദ്യോഗസ്ഥരും ഇപ്പോൾ ഒളിവിലാണ്. അവരോട് 11-ാം തീയതി അന്വേഷണ സംഘത്തിന് മുൻപാകെ ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ ഇന്നലെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ട് ആലപ്പുഴ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പറഞ്ഞിരുന്നു. ഈ മുൻകൂർ ജാമ്യം നൽകിയതിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ കനക്കുന്നത്. അത് വാദിഭാഗത്തിന്റെ അല്ലെങ്കിൽ പരാതിക്കാരുടെ ഭാഗത്ത് നിന്ന് അവർ ജഡ്ജിയെ പോലും ഒരു സംശയത്തിന്റെ മുനയിൽ നിർത്തുന്നു. ജഡ്ജിക്കെതിരെ പോലും സംശയത്തിന്റെ പല ആരോപണങ്ങളും ഉന്നയിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഒരു ജഡ്ജിയുടെ മുൻകാല കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് AD തോമസ് MLA തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുൻപാകെ പറഞ്ഞിരുന്നത്. അതോടൊപ്പം തന്നെ കേസിലെ മറ്റൊരു പരാതിക്കാരനായിട്ടുള്ള അജയ് ജുവൽ കുര്യാക്കോസ് പറഞ്ഞിരുന്നതാണെങ്കിൽ, ഇത്തരം ഒരു ജഡ്ജിയിൽ നിന്ന് ഇതിലും അപ്പുറം ഉള്ള ഒരു വിധി ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ നിഷ്കളങ്കരെ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് എന്നാണ് പ്രതികരിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ജാമ്യം നൽകിയതിലാണ് ഇപ്പോൾ പലതരത്തിലുള്ള വാദപ്രതിവാദങ്ങളും കനക്കുന്നത്. പക്ഷെ നമ്മൾ കാണേണ്ടത്, ഈ മുൻകൂർ ജാമ്യം ഒരു വിചാരണ എന്ന കണക്കിന് ജഡ്ജി എല്ലാ തരത്തിലുള്ള വശങ്ങളും പരിശോധിച്ചതിന് ശേഷം, ഈ ദൃശ്യങ്ങളടക്കം പരിശോധിച്ചതിന് ശേഷം കൃത്യമായ വിലയിരുത്തലോടുകൂടിയാണ് നൽകിയതെന്ന് ഈ വാദഗതികൾക്കെല്ലാം നടക്കുമ്പോൾ, കോടതിയിൽ വാദം പുരോഗമിക്കുമ്പോൾ എല്ലാം അതിന് സാക്ഷിയായ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് പറയാൻ സാധിക്കും. അതിൻ്റെ സാക്ഷ്യമായതിനാൽ തന്നെ കൃത്യമായി ജഡ്ജിയുടെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും പ്രോസിക്യൂഷനും വാദിഭാഗം നമ്മൾ അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നോക്കുകയാണ് എങ്കിൽ, മജിസ്ട്രേറ്റ് കോടതിക്ക് മുൻപാകെ ജഡ്ജിയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് SITയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ, ആദ്യം രാവിലെ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം പിന്നീട് രാവിലെ സെഷനിൽ തന്നെ ഉച്ചയോടടുത്തുന്ന ഒരു സമയത്താണ്, രാവിലെ സെഷനിൽ തന്നെയാണ് രണ്ടാമത്തെ റിപ്പോർട്ടും സമർപ്പിക്കുന്നതെന്നാണ് വാദിഭാഗം പറഞ്ഞത്. എങ്കിലും ഉച്ചയ്ക്കാണ് ഈ സമർപ്പിക്കുന്നത് രണ്ടാമത്തെ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിലാണ് 308 ജാമ്യമില്ലാ വകുപ്പ് നരഹത്യക്ക് വേണ്ടി ചുമത്തുന്നത്. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രമേൽ ധൃതിപ്പെട്ട് കോടതിയിൽ രണ്ടാമത്തെ റിപ്പോർട്ട് സമർപ്പിക്കാൻ SIT സംഘം ഒരുങ്ങിയത് എന്നാണ് ജഡ്ജി ചോദിക്കുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു സംഭവം നടക്കുമ്പോൾ എന്ത് പശ്ചാത്തലത്തിലാണ് ഈ തെളിവുകൾ, അതായത് ലാത്തിക്ക് സമാനമായ ആയുധം കൊണ്ട് അടിച്ചപ്പോഴാണ് ഈ AD തോമസിന് തല പൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഈ ലാത്തി കൊണ്ട് മനഃപൂർവ്വം AD തോമസിനെ ജീവഹാനി വരുത്തുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണോ അടിച്ചത് എന്ന് കോടതി ചോദിക്കുന്നു. കൈക്കല്ലേ അടി കൊണ്ടത് എന്ന് ദൃശ്യങ്ങൾ പരിശോധിച്ച് 1 മണിക്കൂറോളം നീളം
ദൃശ്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം ശരി അമൽ, ശരി. അപ്പം കോടതിയും ഇതിനെ ഒരു രക്ഷാപ്രവർത്തനമായിട്ടൊക്കെ തന്നെ വ്യാഖ്യാനിക്കുന്നു എന്ന് വേണം കഴിഞ്ഞ ദിവസത്തെ കോടതിയുടെ പരാമർശങ്ങളും ചോദ്യങ്ങളും കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ.